ശുഭാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ രുചിയോടും കൂടിയും സിമ്പിളായിട്ടും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ലിവർ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നോക്കാം. അതിനായിട്ട് 400 ഗ്രാം ചിക്കൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത്. കഴുകി ക്ലീൻ ചെയ്തെടുത്ത ലിവറാണിത്. ലിവർ കഴുകുമ്പോൾ നാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ഒഴിച്ച് കഴുകുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ സ്മെല്ലൊക്കെ മാറിക്കിട്ടും. ഇനി ഒരു കടായി ചൂടാക്കാം. ചൂടായ കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് ആദ്യം നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയുടെയും പേസ്റ്റ് ചേർത്ത് കൊടുത്ത് 1 മിനിറ്റോളം നമുക്കിത് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് വീണ്ടും നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഇത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. സവാളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. വീണ്ടും ഉള്ളി ഏകദേശം വഴറ്റി നല്ലൊരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ ഗരം മസാലയും കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയുടെ ആ പച്ച മണമെല്ലാം ഒന്ന് മാറുന്നത് വരെ നമുക്ക് ചെറു തീയിലിട്ട് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വെച്ചിരിക്കുന്നതായ ലിവർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ചതിന് ശേഷം നമുക്ക് ചെറു തീയിലിട്ട് ആദ്യം 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. 5 മിനിറ്റ് അടപ്പടച്ചു വെച്ച് നമ്മൾ വേവിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് നോക്കിയിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമുക്കിതൊന്ന് 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിക്കാം. വീണ്ടും നമുക്ക് ഇതിൻ്റെ അടപ്പ് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ലിവർ ഏകദേശം വെന്തിട്ടൊക്കെ ഉണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും വീണ്ടും 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവോടൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റാണ്. കുരുമുളകിൻ്റെ രുചി പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. ഇനി മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് തുറന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ തുറന്ന് വെച്ച് നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. എപ്പോഴും നമ്മൾ ആദ്യം കുരുമുളക് ഇട്ടിരുന്നാൽ തന്നെ അവസാനം നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് വളരെ ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ വരട്ടുമ്പം തന്നെ നമുക്ക് പ്രത്യേകം അതിൻ്റെ ഒരു മണവും രുചിയും അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ലിവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറൊരു ബൗളിലേക്ക് മാറ്റാം. വളരെ നല്ല രുചിയോടുകൂടിയും ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലിവർ ഫ്രൈ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും ഉടനെ തന്നെ പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നതായിരിക്കും. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.